തീരദേശ ഗ്രാമമായ കടൽമുക്കിന്റെ തെക്കേ അറ്റത്ത് ആരും പോകാത്ത കരിമ്പാറക്കൂട്ടങ്ങൾക്കിടയിലാണ് ആ പഴയ ചൂണ്ടപ്പുര സ്ഥിതി ചെയ്തിരുന്നത്. കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ആ തടിപ്പാലവും ചെറിയ വീടും പണ്ട് വലിയൊരു സുനാമിയിൽപ്പെട്ട് ആളുകൾ മരിച്ചതിനുശേഷം ഉപേക്ഷിക്കപ്പെട്ടതായിരുന്നു. എന്നാൽ അർദ്ധരാത്രിയിൽ കടൽ ശാന്തമാകുമ്പോൾ അവിടെ കരിനീല നിറത്തിൽ ഒരു വെളിച്ചം കാണാമെന്നും കടലിലെ വന്യജീവികളെ ആകർഷിക്കുന്ന വിചിത്രമായ ഒരു വിളക്ക് അവിടെയുണ്ടെന്നുമുള്ള കേട്ടറിവാണ് സുഹൃത്തുക്കളായ ദേവനെയും സച്ചുവിനെയും അങ്ങോട്ട് നയിച്ചത്. കടൽത്തീരത്തെ കഥകൾ ശേഖരിച്ച് ഒരു ദൃശ്യവിരുന്ന് ഒരുക്കുന്ന ദേവന് ഇതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. എന്നാൽ കടലിന്റെ ഇരമ്പലും കരിമ്പാറകളിൽ വന്നിടിക്കുന്ന തിരമാലകളുടെ ശബ്ദവും സച്ചുവിൽ അനാവശ്യമായ ഭീതി ജനിപ്പിച്ചു. രാത്രി 12 മണിയോടടുത്തപ്പോൾ കടലിലെ കാറ്റിന്റെ വേഗത കുറഞ്ഞു. അന്തരീക്ഷം വല്ലാതെ നിശ്ചലമായി. വഞ്ചിക്കാരൻ അവരെ കരിമ്പാറയ്ക്ക് സമീപം ഇറക്കിവിട്ട് നേരം വെളുക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോയി. കയ്യിലെ വലിയ വെളിച്ചവുമായി അവർ ചൂണ്ടപ്പുരയിലേക്ക് നടന്നു. തടിപ്പാലത്തിലൂടെ നടക്കുമ്പോൾ താഴെ കടൽവെള്ളം സാധാരണയേക്കാൾ കറുത്തിരുണ്ടതായി കാണപ്പെട്ടു. പെട്ടെന്ന് വെള്ളത്തിനടിയിൽ നിന്ന് വലിയൊരു ചതുപ്പുമണം അന്തരീക്ഷത്തിൽ പടർന്നു. ചൂണ്ടപ്പുരയുടെ വാതിൽ പകുതി ദ്രവിച്ച നിലയിലായിരുന്നു. ദേവനത് പതുക്കെ തള്ളി തുറന്നു. അകത്ത് പഴയ മീൻപിടുത്ത വലകളും തുരുമ്പെടുത്ത ഇരുമ്പ് കൊളുത്തുകളും ചിതറിക്കിടപ്പുണ്ടായിരുന്നു. മുറിയുടെ മധ്യത്തിലായി ഒരു വലിയ തടിമേശയും അതിന്മേൽ വശ്യമായ നീലവെളിച്ചം പുറപ്പെടുവിക്കുന്ന ഒരു പഴയ മൺവിളക്കുമുണ്ടായിരുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, അതിൽ എണ്ണയോ തിരിയോ ഇല്ലായിരുന്നു. എന്നിട്ടും അത് പ്രകാശിച്ചുകൊണ്ടിരുന്നു. ദേവൻ ആവേശത്തോടെ ക്യാമറയെടുത്ത് ദൃശ്യങ്ങൾ പകർത്താൻ തുടങ്ങി. എന്നാൽ സച്ചുവിന്റെ ശ്രദ്ധ പോയത് ജനലിലൂടെ പുറത്തെ കടലിലേക്കാണ്. കറുത്ത കടൽവെള്ളപ്പരപ്പിൽ ഒന്നിനു പുറകെ ഒന്നായി അനേകം കറുത്ത രൂപങ്ങൾ പൊങ്ങി വരുന്നുണ്ടായിരുന്നു. അവ മനുഷ്യന്റെ വലിപ്പമുള്ളവയായിരുന്നു. എന്നാൽ കൈകാലുകൾക്ക് പകരം വലിയ ചിറകുകളും തുഴകളും പോലുള്ള അവയവങ്ങളാണുണ്ടായിരുന്നത്. അവയുടെ കണ്ണുകൾ ഇരട്ട നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങി. പെട്ടെന്ന് ചൂണ്ടപ്പുരയുടെ തടിപ്പാലം വലിയൊരു ശബ്ദത്തോടെ തകരാൻ തുടങ്ങി. പുറത്തുനിന്നുള്ള കറുത്ത രൂപങ്ങൾ ഓരോന്നായി പുരയുടെ ചുവരുകളിൽ വന്ന് അടിക്കാൻ തുടങ്ങി. ഉള്ളിലെ തണുപ്പ് അസഹനീയമായി മാറി. ടോർച്ചുകളുടെ വെളിച്ചം പെട്ടെന്നണഞ്ഞു. ആ നീലവെളിച്ചത്തിൽ അവർ കണ്ടത് ജനൽപ്പാളികൾ തകർത്ത് അകത്തേക്ക് കയറുന്ന ഭീകരരൂപങ്ങളെയാണ്. അവയുടെ ശരീരത്തിൽ നിന്ന് കടൽപ്പാസിയുടെയും ചീഞ്ഞ മീനുകളുടെയും ദുർഗന്ധം വമിച്ചിരുന്നു. ശാസ്ത്രബുദ്ധിയുള്ള ദേവന് പോലും അപ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. രക്ഷപ്പെടാൻ വഴിയില്ലാതെ അവർ മുറിയുടെ ഒരു കോണിലേക്ക് ഒതുങ്ങി. ആ കടൽപ്രേതങ്ങൾ അവരെ ലക്ഷ്യമാക്കി അടുത്തുവന്നു. മരണത്തെ തൊട്ടറിഞ്ഞ ആ നിമിഷത്തിൽ സച്ചു തന്റെ പോക്കറ്റിലിരുന്ന നാട്ടിലെ മുത്തശ്ശി നൽകിയ ചെറിയൊരു കടലാസ് പൊതി പുറത്തെടുത്തു. അതിൽ കുറച്ച് കരിന്തിരിപ്പൊടിയും പുണ്യതീർത്ഥവും ഉണ്ടായിരുന്നു. അവൻ ധൈര്യം സംഭരിച്ച് ആ പൊടി അന്തരീക്ഷത്തിലേക്ക് വിതറുകയും ദൈവനാമം ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. വിചിത്രമെന്ന് പറയട്ടെ, ആ കരിന്തിരിപ്പൊടി വായുവിൽ പടർന്നതും ഒരു വലിയ മിന്നൽപ്പിണർ കടലിൽ പതിക്കുകയും ചെയ്തു. ആ വെളിച്ചത്തിലും ശബ്ദത്തിലും ഭീകരരൂപങ്ങൾ ഭയന്നതുപോലെ ഉഗ്രമായൊരു അലർച്ചയോടെ തിരികെ കടലിലേക്ക് തന്നെ ചാടി മറഞ്ഞു. മേശപ്പുറത്തിരുന്ന നീലവിളക്ക് ഒരു വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. അതോടെ അന്തരീക്ഷം ശാന്തമായി. കറുത്ത മേഘങ്ങൾ മാറി ആകാശത്ത് പുലർക്കാല സൂര്യന്റെ ആദ്യ കിരണങ്ങൾ തെളിഞ്ഞുവന്നു. കടൽ വീണ്ടും സാധാരണ നിലയിലായി. തീരത്തുനിന്ന് തങ്ങളെ തിരഞ്ഞുവരുന്ന വഞ്ചിക്കാരന്റെ ബഹളം കേട്ടാണ് ദേവനും സച്ചുവും ബോധാവസ്ഥയിലേക്ക് തിരിച്ചെത്തിയത്. മനുഷ്യന്റെ അറിവുകൾക്കും യുക്തികൾക്കുമപ്പുറം പ്രകൃതിയിൽ നിഗൂഢമായ പലതുമുണ്ടെന്ന വലിയൊരു സത്യം മനസ്സിലാക്കി ഇനിയൊരിക്കലും കടലിന്റെയോ പ്രകൃതിയുടെയോ അതിരുകൾ ലംഘിക്കില്ലെന്ന ഉറച്ച തീരുമാനത്തോടെ അവർ ആ തീരത്തുനിന്ന് ജീവനും കൊണ്ട് ഗ്രാമത്തിലേക്ക് മടങ്ങി.